ഒരു ബിസിനസ് മേഖലയിലുള്ള ആളുകളാണല്ലോ പൊതുവേ ലോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാൻ സാധ്യതയുള്ളത്. അങ്ങനത്തെ ശ്രോതാവാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പ് കച്ചവട ആവശ്യാർത്ഥം ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടു പോയി. പലിശയുടെ എല്ലാ ദൃശ്യങ്ങളും അറിയാമായിരുന്നിട്ടും ദൂഷ്യങ്ങളും അറിയാമായിരുന്നിട്ടും ഞാൻ ഇടപെട്ടു പോയി. കഴിഞ്ഞ നോമ്പിന് എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ പശ്ചാത്തപിച്ചു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം പലിശ മുഴുവൻ അടച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. പശ്ചാത്തപിച്ച ശേഷം ഇന്ന് വരെ ലോൺ ഒന്നും എടുത്തിട്ടില്ല. ഒരു വക്ത് നിസ്കാരവും ഞാൻ മുടക്കിയിട്ടില്ല. റവാത്തിബ് സുന്നത്ത് പോലും ഒരു പക്ഷേ ഇപ്പോഴും എനിക്ക് ആ പലിശയിൽ നിന്ന് കരകയറാൻ കഴിയുന്നില്ല. കച്ചവടം പൂർണ്ണമായും നഷ്ടമായ അവസ്ഥയിലാണ്. എത്ര തന്നെ ദുആ ചെയ്തിട്ടും പലിശയെല്ലാം അടച്ചു തീർക്കാൻ കഴിയുന്നില്ല. പലിശയുമായി ബന്ധപ്പെട്ടാൽ അള്ളാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ പ്രയാസം മാറാൻ ദുആ ചെയ്യണം എന്നുള്ളൊരു ദുആ വസിയത്തും ഒരു ആശങ്കയും കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വളരെ പെട്ടെന്ന് തന്നെ ദൂരീകരിക്കുമാറാകട്ടെ. ഇവിടെ പലിശയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ അവസാനം ഒരു ദുരന്തമാണ് നമ്മൾ കാണുന്നത്. നേർചിത്രമാണ് കാണുന്നത്, സത്യമാണ് നമ്മൾ കാണുന്നത്. യംഹഖുല്ലാഹു റിബ, അള്ളാഹു പലിശയെ ക്ഷയിപ്പിച്ച് കളയുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാൽ എത്രമാത്രം കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം പശ്ചാത്തപിച്ചു. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് തീർക്കുമാറാണ്. പക്ഷേ നിരവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ പോലും ഈ പലിശയുടെ ദുരന്തം അവർ മനസ്സിലാക്കിയിട്ടില്ല. മയക്കുമരുന്ന് ഏതുപോലെ സമൂഹത്തിന് ദുരന്തമാണോ അതുപോലെ അതിനേക്കാൾ വലിയ ദുരന്തമാണ് പലിശ എന്ന് പറയുന്നത്. അത് കേവലം വ്യക്തിയിൽ അധിഷ്ഠിതമായത് മാത്രമല്ല. ഇപ്പോൾ ഗുണ്ടാവിളയാട്ടം, ഒരു പരിധിവരെ പലിശ തരാത്ത ആളുകൾക്കെതിരെ ഗുണ്ടകൾ ഇറങ്ങാറുണ്ട്. മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ, പലിശ കൊടുക്കാനില്ലാതെ അവസാനം ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ കളവ് പറയുക ഇതേപോലെ തന്നെ പലിശയുടെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. കൂട്ട കൊലപാതകങ്ങൾ, കൂട്ട ആത്മഹത്യകൾ, അഭിമാനക്ഷതം, സ്ത്രീകൾക്കുണ്ടാകുന്ന ചില അഭിമാനക്ഷതം, നിരവധി കാര്യങ്ങളാണ് പലിശയുമായി നമ്മൾ ഭൗതികമായി ഒരു മതത്തിൻ്റെ കോണിലൂടെ എല്ലാം തന്നെ ചിന്തിച്ചാൽ കാണുന്നത്. ഇപ്പോൾ ലോകത്ത് വികസിത രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളുമുണ്ട്. വികസിത രാജ്യങ്ങൾ അവർ സമ്പന്നമായി കൊഴുക്കുന്നു. എന്നാൽ ദരിദ്ര രാജ്യങ്ങൾ എന്താണ്, വീണ്ടും വീണ്ടും പലിശ കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇനി ജനിക്കുവാനുള്ള കുട്ടികൾക്ക് പോലും പലിശ കൊടുക്കേണ്ട രൂപത്തിലാണ് ലോകബാങ്കിൽ നിന്നും ഇന്ത്യ രാജ്യം, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും കടമെടുത്തുള്ളത്. അതൊരു സാധാരണ പറയാം, ഒരു കുഴിയാനയുടെ കുഴിയിലേക്ക് വീണ ഉറുമ്പിനെ പോലെയാണ്. എത്ര അടച്ചാലും ശരി അത് പലിശയിലേക്ക് പോയി മുതലിലേക്ക് ഇവിടെ എത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഹദീസുകൾ നിരവധിയാണ്. ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അല്ലദീന യഅ്കുലൂന റിബ, പലിശ ഭുജിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് പിശാച് ബാധ ഏറ്റവനെ പോലെ മറിഞ്ഞു വീഴുകൊണ്ടായിരിക്കും വരിക എന്ന്. യംഹഖുല്ലാഹു റിബ, പലിശ അള്ളാഹു ക്ഷയിപ്പിക്കുന്നു, കച്ചവടത്തെ അള്ളാഹു അഭിവൃദ്ധിപ്പെടുത്തുന്നു എന്നാണ്. കുല്ല കഫാരിൻ അസീം, നന്ദി കെട്ടവനാണ് എന്ന് പറയുന്നു. പൂർണ്ണമായ വിശ്വാസിയല്ല എന്ന് പറയും. സൂറത്ത് അൽ ബഖറയുടെ അവസാന ഭാഗത്ത് പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിരവധി തിന്മകൾ കാണാൻ സാധിക്കും. വൻ പാപങ്ങൾ എണ്ണിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥയുടെ ഭക്ഷണം മുതൽ ഭക്ഷിക്കുക എന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് പലിശ ഭുജിക്കുക എന്നുള്ളതാണ്. ബർസഖിൽ രക്തത്തിൻ്റെ പുഴയിൽ ഇവിടെ നീന്തുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് കരയിലിരിക്കുന്ന മനുഷ്യൻ കല്ല് അയാൾക്ക് നേരെ എറിയുന്നത് അയാളുടെ വായിൽ വീഴുന്നു. റസൂലുള്ളാഹി ചോദിച്ചു മലക്കിനോട്, ഇത് ആരാണ്? ഇത് പലിശ ഭുജിക്കുന്നവനാണ് എന്ന് പറയുന്നു. അതേപോലത്തെ ഇത്തരം പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും ആക്കിലു റിബ വ മോക്കിലോ വ കാത്തിബോ ഷാഹിദ് ഹും ഫീ സവ, അവരെല്ലാവരും തുല്യരാണ്. എഴുത്തുകാരും സാക്ഷികളും ഒക്കെ തുല്യരാണ് എന്ന് പറയുന്നു. അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പറയുന്നു. അപ്പോൾ 1, 2, 3, 100 തിന്മകളല്ല അതിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്യണം ഒരു സംതൃപ്തി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും. ഉൻറുറു ഇലാ മൻ ഹുവ
തഹത്തക്കും നിങ്ങളുടെ താഴേക്കടയുള്ള ആളുകൾ, സാമ്പത്തികമായി താഴേക്കടയുള്ള ആളുകളിലേക്ക് നോക്കണമെന്ന ഇസ്ലാമിൻ്റെ അധ്യാപനം പ്രാവർത്തികമാക്കി കനാസ് ഉള്ള സംതൃപ്തി കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ വലിയ മോഹങ്ങളില്ലാതെ ജീവിതം പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇത്തരം മഹാദുരന്തങ്ങൾ നമ്മൾ പോയി അകപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കടക്കണിയിൽപ്പെട്ടുകൊണ്ടോ മറ്റോ ഈ പരീക്ഷയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അതിൽ രക്ഷപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു എത്രയും പെട്ടെന്ന് വല്ല മാർഗ്ഗങ്ങൾ കാണിച്ചു കൊടുക്കട്ടെ. കേവലം ഒരു പ്രാർത്ഥന എന്നതിലപ്പുറം അത് പരിഹരിക്കാനുള്ള മാർഗം ഓരോരുത്തരും കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ബറക്കല്ലാഹു ഫീക്ക്. പലിശ അത് നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ കടത്തിലേക്ക് വീണ്ടും വീണ്ടും ഇപ്പോൾ ജനിക്കുന്ന ഓരോ കുട്ടിയും സ്വാദിഖ് മദീനി പറഞ്ഞ പോലെ കടത്തിലാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതുതായി ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വെളിച്ചാവട്ടെ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ നിരീശ്വരവാദികൾ, മതചിന്തകളില്ലാത്ത ആളുകൾ, പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ, അവരുടെ മുകളിൽ നിൽക്കുന്ന ആളുകൾ പോലും പറയുന്നു ലോകത്ത് ഏറ്റവും നല്ല സാമ്പത്തിക ക്രമം ഇസ്ലാമിൻ്റെ സാമ്പത്തിക ക്രമമാണ്, പലിശയില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥയാണ് ഇസ്ലാമിൻ്റെ വ്യവസ്ഥ, ലോകത്തിലെ ഏറ്റവും പ്രാക്ടിക്കൽ എന്നാണ്. പലിശയിൽ ഒരിക്കലും മനുഷ്യർക്ക് യാതൊരുവിധ മോചനവും ഉണ്ടാകില്ല. തടിച്ചവൻ തടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ദരിദ്രരായ ചില ആളുകൾ മെരിഞ്ഞൊട്ടിക്കൊണ്ടേയിരിക്കുന്നു ഈ സാമ്പത്തിക വിഷയത്തിൽ. അത് പലിശ കൊണ്ടുണ്ടാകും. മാത്രമല്ല, ഒരു കാലത്ത് 1800 700 ഇവിടെ ഈ കൊളോണിസം ലോകത്ത് വ്യാപിച്ചത് അതിൻ്റെ വലിയൊരു പങ്ക് പലിശയിലൂടെയായിരുന്നു എന്നാണ്. കച്ചവടത്തിന് വേണ്ടി വരുന്നു, പലിശക്ക് കൊടുക്കുന്നു, ആ രാജ്യത്തുള്ള നാട്ടുകാർക്ക് തിരിച്ചടക്കാൻ കഴിയാതെ വരുന്നു, പിന്നീട് അവിടെ അവർ തമ്പടിക്കുന്നു, അവരുടെ കയ്യിൽ വരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് കോളനികളും പോർച്ചുഗൽ കോളനികളും ഒക്കെ വന്നത് ഇത്തരം പലിശകളിലൂടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.